നമ്മൾ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ക്വാളിറ്റിയിൽ കൺസേൺ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ഓരോ പ്രൊജക്റ്റിലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് വരാൻ ഞാൻ എൻ്റെ ഈ സൈറ്റ് എഞ്ചിനീയേഴ്സിനോട് സൂപ്പർവൈസറിനോട് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ട്രെൻഡ് നോക്കണ്ട, ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ വർഷം 2026 ചെയ്യുന്ന ടി വി യൂണിറ്റ് അല്ല ഒരു 10 വർഷം കഴിഞ്ഞ് വരുന്നത്. 10 വേണ്ട, ഒരു വർഷം കഴിയുമ്പോൾ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് ഡിസൈൻ ചെയ്യുക. ഫ്യൂച്ചറിൽ എനിക്ക് ഒരു ബെഡ്റൂം കൂടെ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കാർ പോർച്ചും കൂടെ വേണ്ടി വരും. അതൊക്കെ നോക്കിയിട്ട് അതിനുള്ള സ്പേസ് വിടുക. അതിനനുസരിച്ച് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടായിരിക്കണം ഡിസൈൻസ് ചെയ്യേണ്ടത്. ജീവിതകാലം മുഴുവനും ജോലി ചെയ്യുന്ന പൈസ മൊത്തവും ഒരു വലിയൊരു വീടിന് വേണ്ടി ചെലവാക്കിയ വീട്, അതുപോലെ കാറ്, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും, എങ്ങനെ ജീവിക്കും മുന്നോട്ട്? ഞാനൊരു ബിൽഡർ എന്ന നല്ല പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം ഈ പണിക്കെല്ലാം മുന്നേ ഒപ്പിടുന്നതാണ് ഒരു കോൺട്രാക്ട്. അപ്പം ആ കോൺട്രാക്ട് നമ്മൾ ഒപ്പിടുമ്പോഴത്തേക്കും ഒരു സാധാരണക്കാരൻ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഞാൻ എന്നോട് ഒരു സിദ്ധാർത്ഥിൻ്റെ പ്ലോട്ട് കാണിച്ചു തന്നു. സിദ്ധാർത്ഥ അതിൻ്റെ ഓൾറെഡി പ്ലാനും ഉണ്ടെന്ന് കരുതിക്കോളൂ. പ്ലാനും 3D ഉണ്ട്. എന്നോട് വന്നിട്ട് പറയുന്നു, എനിക്ക് ഈ വീട് കൺസ്ട്രക്ട് ചെയ്യണം, നിങ്ങളുടെ എത്ര ഏറ്റൊക്കെ അറിയാൻ കാര്യങ്ങൾ അറിയാൻ എനിക്കൊരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോട്ട് തരാൻ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ കോട്ടാണ് നമ്മൾ തരുന്നത്, ഒരു കൊട്ടേഷൻ തരാൻ പറയും. അപ്പോൾ നമ്മൾ കൊട്ടേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഈ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഒരു കുറച്ച് പേജുകൾ ഉണ്ടാവും. എന്നുവെച്ചാൽ നമ്മുടെ കാര്യം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടാണ് കോട്ട് ഉണ്ടാവും. അതൊരു പ്ലിന്ത് ബീം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ലാൻഡ് ലെവലിംഗ് മുതൽ കൺസ്ട്രക്ഷൻ, പ്ലിന്ത് ബീം എങ്ങനെ, ബ്രിക്ക് വർക്ക് എങ്ങനെ, ലിൻഡൽ ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ മെറ്റീരിയൽസ് ഈ പറഞ്ഞ എങ്ങനെയാണ്, വർക്കിംഗ് സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്, ഏത് പ്രൊപ്പോർഷനാണ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പാരപ്പറ്റ് എങ്ങനെ, അത് വോളിൻ്റെ ഹൈറ്റ് എത്ര, ഈ സ്ലാബിൽ തിക്നെസ് എത്ര, സ്ലാബിൽ ഏത് കമ്പിയാണ് യൂസ് ചെയ്യുന്നത്, എത്ര സ്പേസിങ്ങിലാണ് ഇടുന്നത്, അതിൻ്റെ ഡയ എത്രയാണ്, അതിൻ്റെ ബ്രാൻഡ് എത്രയാണ്, അതിൻ്റെ ഗ്രേഡ് എത്രയാണ്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽഡ് ആയിരിക്കും. ഇത് അവർക്ക് വായിച്ച് നോക്കുന്നത് പിന്നീട് ഒരു കോൺഫ്ലിക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇവരെന്താ ചെയ്യുക? ഇവർക്ക് അഫ്കോഴ്സ് ഇത് ടെക്നിക്കലായിട്ടുള്ള വേർഡുകളായിരിക്കും ഇതിലുണ്ടായിരിക്കും. ഇവർ ലാസ്റ്റ് പേജ് നോക്കിയിട്ട് ലാസ്റ്റ് എത്ര വരുന്നുണ്ട്, ഓക്കെ 20 ലക്ഷം രൂപ. ഇതേപോലെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മേസ്റ്റിൽ ഒരു കോട്ട് കൊടുത്തതാണ്. പുള്ളിക്കാരൻ പറയാം, ഓക്കെ ഞാൻ ഒരു 19,000 അങ്ങനെ ചെയ്യാന്ന് പറയും. അപ്പോൾ ഇതേ ക്ലയന്റ് തിരിച്ചൊന്ന് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് 50,000 ലാഭിക്കാത്തത്? പക്ഷെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ള എന്താണ്, ഇത് ചെയ്തിട്ടുള്ളത് അവരുടെ വീട് ക്വാളിറ്റി നിർമ്മിക്കാനും ഫ്യൂച്ചറിൽ ഒരു പ്രശ്നങ്ങൾ വരാതെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു മേസ്തിരി ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്ത് മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്യുന്നത് ചോദിച്ചായിരുന്നു, ഏത് ബ്രാൻഡാണോ, ഏത് ഗ്രേഡാണോ, എങ്ങനെയാണോ വർക്കിൻ്റെ മെത്തഡോളജി ചോദിച്ചു. ഇതൊന്നും ചോദിക്കാതെ നമ്മൾ റേറ്റ് മാത്രം നോക്കിയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയുക. അപ്പോൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഒരു കോട്ട് കിട്ടുമ്പോൾ ഡീറ്റെയിൽസ് നോക്കുക. അവരെ കമ്പനി ഡീറ്റെയിൽസ് ഓൾറെഡി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ കോട്ട് പോകുന്നത്. ഓരോ ഘട്ടമായിട്ടും വർക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് ഒരു വീട് കംപ്ലീറ്റ് ആകില്ല. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല എലമെന്റ് ആയിട്ട് തന്നെ തിരിക്കുക. അതിൽ നമ്മളെ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇന്ന വർക്കിന് ഇന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലിന്ത് ബീം, ഐസൊലേറ്റഡ് ഫുട്ടിങ് പ്ലിന്ത് ബീമാണ്. അതിൻ്റെ ഫുട്ടിങ്ങിൻ്റെ വിഡ്ത്ത് എത്ര, ഹൈറ്റ് എത്ര, അത് നെക്ക് ഓഫ് കോളത്തിൻ്റെ സൈസ്, കാര്യങ്ങൾ, അതിൽ യൂസ് ചെയ്യുന്ന സിമെൻറ്റിൻ്റെ ഗ്രേഡ്, കമ്പിയുടെ ഡയ, കമ്പിയുടെ ബ്രാൻഡ്, കമ്പിയുടെ ഗ്രേഡ്, സിമെൻറ്റിൻ്റെ ഗ്രേഡ്, കോൺക്രീറ്റ് ഗ്രേഡ്, കമ്പി പ്ലേസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ടു ഡിസ്റ്റൻസ് എത്ര, റിങ്സിൻ്റെ അകലം, നമ്പർ ഓഫ് സ്റ്റീൽസ്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ പോലും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വർക്ക് അവിടെ നടക്കുമ്പോൾ നമുക്ക് ഒന്ന് നോക്കാൻ കഴിയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ഞാൻ പറയാം, ലിൻഡലിൻ്റെ വർക്ക് നടക്കുക. ലിൻഡൽ അറിയാലോ, സൺഷെയ്ഡ് ലിൻഡലും കൂടെ ആയിട്ടുള്ള അതിൻ്റെ ഒരു പർട്ടിക്കുലർ വർക്ക് നടക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ലിൻഡലിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ ഷെയ്ഡിൻ്റെ തള്ള് എത്രയാണ് വരുന്നത്, അതിൻ്റെ തിക്നെസ് എത്രയാണ്, ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, കോൺക്രീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രീതിക്കാണ് ബാച്ച് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, സ്റ്റീലിൻ്റെ എല്ലാം ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാൻ കഴിയും. ഓക്കെ, എഗ്രിമെൻറ്റ് ഇങ്ങനെ പറഞ്ഞോളൂ, അത് തന്നെയാണ് സൈറ്റിൽ നടക്കുന്നത്. നമുക്ക് ഓരോ എലമെൻ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻസൈഡ് പ്ലാസ്റ്ററിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് വാട്ടർ പ്രൂഫിങ്ങിനൊക്കെ ഈ ഡോക്ടർ ഫിക്സിൻ്റെ കെമിക്കൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ടൈല് റൈറ്റ്നോൾ ടൈലാണോ, അത് എപ്പോക്സി ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് സ്ലോപ്പ് ചെയ്യുന്നു, അങ്ങനെ കുറേ ക്വാളിറ്റി ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ഇതിപ്പോൾ ക്ലയൻറ്റ് ചെയ്തില്ല, ക്ലയൻറ്റ് ഇതൊന്നും അറിയാൻ സാധ്യത വളരെ കുറവാണ്. ക്ലയൻറ്റ് നമ്മളെ വർക്ക് തരുന്നത് തന്നെ എന്തിനാണ്? ക്ലയൻറ്റിന് സമയമില്ല. ക്ലയൻറ്റ് ജോലി തിരക്കായിട്ടോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളായിട്ടോ, ചില എബ്രോഡായിട്ടൊരു ക്ലയൻറ്റ് ഉണ്ടായിരിക്കും, ചില ഫോട്ടോസോ വീഡിയോസോ മാത്രമേ അവർ കാണുന്നുള്ളൂ. ഇതെങ്ങനെയാണ് സൈറ്റിൽ എക്സിക്യൂഷൻ ചെയ്യുന്നത് അവർ കാണുന്നില്ല. അപ്പോൾ
നമ്മുടെ സൈഡിൽ നിന്ന് ഒരു QC എഞ്ചിനീയർ എപ്പോഴും ഉണ്ടായിരിക്കും. QC ഒരു സിവിൽ ബേസുള്ള എഞ്ചിനീയർ ബേസുള്ള ആളുണ്ടായിരിക്കും. അപ്പോൾ ഓരോ വർക്ക് നടക്കുമ്പോഴും ആ സമയത്ത് ഇന്ന ചെക്ക് പോയിന്റ്സ് ഇന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്തായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ക്ലയൻറ്റിനും ഇത് പഠിക്കാൻ കഴിയും. ക്ലയൻറ്റ് ഡൗട്ടുള്ള നമ്മൾ നേരിട്ട് ചോദിക്കുക, സാർ ഇങ്ങനെയാണ് ഡൗട്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, നമുക്ക് എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുള്ളത് പോലെ നമുക്ക് അത് നോക്കി അതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ അറിയാൻ കഴിയും. ഓക്കെ സാർ, ഇപ്പം പറഞ്ഞതാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ട് സിമെൻറ്റ് ഗ്രേഡ്, ഈ പറഞ്ഞ കൂട്ട് വയറിന് ഗ്രേഡ്, എന്താണ് ഈ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഡിഫറൻസ് ഇപ്പോൾ എന്താ പറയുക, സിമെൻറ്റിൻ്റെ കാര്യം പറയാം. സിമെൻറ്റിന് ഒരു 33 ഗ്രേഡ് ഉണ്ട്, 43 ഉണ്ട്, 53 ഉണ്ട്, പല ഗ്രേഡുകളായിട്ടാണ്. ഇപ്പോൾ 33 ജനറൽ പർപ്പസ്, ഈ പ്ലാസ്റ്ററിങ്, ബ്രിക്ക് വർക്ക് പോലുള്ള പണികൾക്കാണ് നമുക്ക് 33. അത് 43 വരുമ്പോൾ ബീം, കോളം അങ്ങനത്തെ സ്ട്രക്ചേഴ്സ്. 53 വരുമ്പോൾ ഹൈ റൈസ്ഡ് ബിൽഡിങ്, ഈ ബ്രിഡ്ജസ്, കനാൽസ്, അങ്ങനെയുള്ള വലിയ ഹ്യൂജ് സ്ട്രക്ചേഴ്സിന് വരുമ്പോൾ 53 യൂസ് ചെയ്യാം. അത് സിമെന്റിന്റെ ഒരു കംപ്രസീവ് സ്ട്രെങ്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ എല്ലാ മെറ്റീരിയൽസിനും ഗ്രേഡുകളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഇതിന് മുന്നേ ഒരു ക്ലയൻറ്റ് എനിക്കൊരു കോട്ട് കൊണ്ട് കാണിച്ചു. കോട്ടിൽ എഴുതിയിട്ടുണ്ട് പെയിന്റിങ് സെക്ഷനിൽ ഏഷ്യൻ പെയിന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഏഷ്യൻ പെയിന്റിൽ ഏതാണ് അത് എഴുതിയിട്ടില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു മാരുതി കാറ് തരാം എന്ന് പറഞ്ഞാൽ മാരുതിക്ക് 800 ബ്രസയും ഉണ്ട്. അപ്പോൾ മാരുതിയിൽ ഏത് എന്നാണ് നമ്മൾ കോട്ടിൽ പറയേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏഷ്യൻ പെയിന്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യനിൽ ട്രാക്ടറുണ്ട്, അപ്പെക്സ് ഉണ്ട്, അൾട്ടിമ ഉണ്ട്, റോയൽ ഉണ്ട്, അങ്ങനെ പല ഒരു ലൈനപ്പ് തന്നെയുണ്ട്. അപ്പോൾ അത് ചെറിയ ക്വാളിറ്റി, ലോ ക്വാളിറ്റിയിൽ നിന്ന് ഹൈ ക്വാളിറ്റി വരെ ഉണ്ട്. അപ്പോൾ അതിലേത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏഷ്യൻ പെയിന്റ് ആണെങ്കിൽ ഇൻസൈഡ് എത്ര പ്രീമിയം ആണോ, പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ അങ്ങനെ, ഈ പറഞ്ഞ ഔട്ട്സൈഡ് ആണെങ്കിൽ അപ്പെക്സ് ആണോ അൾട്ടിമയാണോ എന്നാൽ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യും. അപ്പോൾ ക്ലയൻറ്റിന് ചെക്ക് ചെയ്യാൻ കഴിയും ഈ പുറത്ത് അപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ അൾട്ടിമ തന്നെയാണോ. അങ്ങനെ ഇത് പെയിന്റിങ്ങിന്റെ കാര്യമല്ല, ഓവറോൾ ഏത് വർക്ക് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെക്ക് ചെയ്യാൻ കഴിയും. ഒരിക്കലും ക്ലയന്റ് കബളിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയും. അതെ, ഓക്കെ. ഒരു ക്ലയന്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ വീട് പണി ചെയ്ത് തീർത്ത് നമ്മൾ താക്കോല് കൈ കൊടുക്കുന്നു. അപ്പം ഇത് നമുക്ക് ഓക്കെ ഉറപ്പായിട്ട് നമുക്ക് അന്ന് തന്നെ കൊടുക്കാം എന്നുള്ളതിന് എന്തൊക്കെ മെത്തേഡ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വീട് പണി എന്ന് പറയുന്നത് ഒരു 8 മാസം 10 മാസം ഒരു ഇപ്പം എന്താ പറയുക, ഇത് ഈ ഇടയ്ക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു ക്ലയൻറ്റ് വന്നിട്ട് പ്ലാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പോലുമില്ല, ജസ്റ്റ് എഗ്രിമെന്റ് സ്റ്റേജ് ആയതേ ഉള്ളൂ. പുള്ളി പറയാൻ എനിക്ക് 6 മാസം കൊണ്ട് ചെയ്തു തരണം. അത് ബ്രിക്ക് വർക്ക്, റെഡ് ബ്രിക്കാണ്, ചുടുകല്ല് വർക്കാണ്. അപ്പോൾ അത് കുറച്ച് സ്പീഡ് കുറവ്, പതുക്കെ നീങ്ങും. നമ്മൾ കമ്പാരിറ്റീവ്ലി സോൾഡ് ബ്ലോക്ക് ആണെങ്കിൽ കുറച്ച് സ്പീഡിൽ പോകില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു 6 മാസം കൊണ്ട് തീർക്കും. ഞാൻ പറഞ്ഞു 6 മാസം കൊണ്ട് കഴിയില്ല. കാരണം വെച്ചാൽ അത് 2 നിലയാണ്, ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട്, ഫസ്റ്റ് ഫ്ലോറും ഉണ്ട്. അപ്പോൾ ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സാധാരണ ഒരു സ്ലാബ് നമ്മൾ വാർക്കുമല്ലോ, സ്ലാബ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 15 ദിവസമെങ്കിലും കഴിഞ്ഞാൽ ഡീഷട്ടറിങ് ചെയ്യുന്നത്. ഈ 15 ദിവസം വരെയും ആ സൈഡിൽ വേറെ ആക്ടിവിറ്റി അങ്ങനെ നടക്കാറില്ല. ഇതൊക്കെ 2 ഫ്ലോർ ആകുമ്പോൾ 15-30 ദിവസം, ഒരു മാസം തന്നെ ഒരു പണിയില്ലാതെ പോയി. കാരണം വെച്ചാൽ നമുക്ക് ഡീഷട്ടറിങ് ചെയ്യാൻ കഴിയില്ല. ഡീഷട്ടറിങ് ചെയ്താലേ ബാക്കി പണികൾ ചെയ്യാനും കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു വർക്ക് സീക്വൻസ് ആണ്. ഈ ഇന്ന പണി കഴിഞ്ഞിട്ട് അടുത്ത പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സിസ്റ്റമായിട്ടാണ് ഈ വർക്കുകൾ പോകുന്നത്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പക്ക ക്വാളിറ്റി, നമ്മൾ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ക്വാളിറ്റിയിൽ കൺസേൺ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ഓരോ പ്രൊജക്റ്റിലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് വരാൻ ഞാൻ എൻ്റെ ഈ സൈറ്റ് എഞ്ചിനീയേഴ്സിനോട് സൂപ്പർവൈസറിനോട് എടുത്ത് പറയുന്നുണ്ട്, ലേബേഴ്സിനോടും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു 6 മാസം കൊണ്ട് ഈ പണി ചെയ്ത് തീർക്കാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ നമുക്കറിയാം ഒരു സൈറ്റ് കണ്ടീഷൻ, സൈറ്റിന് ലേഔട്ട്, ചില ലേഔട്ട് ഈ പറഞ്ഞ പോലെ 1000 സ്ക്വയർ ഫീറ്റ് ലേഔട്ട് ഈ ഭിത്തികൾ കുറവാണെങ്കിൽ കുറച്ച് വർക്ക് സ്പീഡിൽ നടക്കും. ഭിത്തികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാൻഡിലിവർ ബീം, അല്ലെങ്കിൽ ഹെവി സ്ട്രക്ചേഴ്സ് 3Dയിൽ മോഡലിംഗ് ഒരുപാടാണെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും ഒരുപാട് ഈ പറഞ്ഞ സമയത്ത് ഞാൻ തീർക്കും. എന്നാൽ ഈ ക്ലയൻറ്റ് പറയുന്ന കണക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയില്ല. ഇതൊരു പ്രോസസ്സിംഗ് ആണ്. എന്നാലും വളരെ സ്ലോ ആതിരിക്കാൻ ശ്രദ്ധിക്കും, പക്ഷെ ചെയ്യുന്ന പണി നീറ്റായിട്ട് നമുക്ക് ചെയ്ത് പോകാൻ കഴിയും. പിന്നെ ഉള്ളത്, ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ ഒരു ക്ലയൻറ്റ് ഒരു പ്രൊജക്റ്റ് കഴിയാറായി ഒരു 85-90% വർക്കുകൾ ഫിനിഷിംഗ് ആയി, ഒരു 10% ബാക്കിയുള്ളെന്ന് കരുതിക്കോളൂ. 10-15% ബാക്കിയുണ്ടെങ്കിൽ ഇവർ നമ്മളോട് ചോദിക്കാതെ തന്നെ പാല് കാച്ചി ഡേറ്റ് എടുക്കും. അപ്പോൾ എന്താണ്, എന്നിട്ടാണ് ഒന്ന് പറയുന്നത്, നമ്മൾ ഡിസ്കഷൻ ചെയ്തില്ല, നമുക്ക് എന്ന് ഡേറ്റ് എടുക്കാം. അവർക്ക് ഇന്ന ഡേറ്റിലാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ നല്ല സമയം വരുന്നത്.
അപ്പോൾ നമുക്ക് ഇന്ന ഡേറ്റ് അത് പെട്ടെന്ന് നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡേയും നൈറ്റും വർക്ക് ചെയ്താലും ഈ ഫിനിഷിംഗ് എന്ന് പറയുന്നത് കുറച്ച് സമാധാനപരമായിട്ട് നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ കൂടിയും, അങ്ങനെ വരാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ കൂടിയും അതെല്ലാം ക്ലിയർ ചെയ്ത് പോയി പക്ക റിസൾട്ടായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ അഘോരാർത്ഥം പണിയെടുക്കുമ്പോൾ ഇവർ വന്നിട്ട് ഒക്കെ അടുത്ത ആഴ്ച തീർക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ തീർക്കും? അത് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സമയം ഈ പറഞ്ഞ സമയത്ത് തീർക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ ക്ലയൻറ്റ് എന്തായിരുന്നാലും ഡേ ടു ഡേ ആക്ടിവിറ്റിയിലോ നമ്മളായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ കഴിയും. ഇപ്പോൾ ഈ എബ്രോഡ് ആയിരുന്ന ക്ലയൻ്റ് ആണെങ്കിൽ കൂടി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഡെയിലി എന്ത് വർക്കാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ പറയാൻ കഴിയും ഇന്ന വർക്ക് വിത്ത് ഫോട്ടോസ് വീഡിയോസ് അയക്കാൻ പറ്റും. അടുത്ത നമുക്ക് പ്ലാൻ ചെയ്ത് പറയാൻ കഴിയും അടുത്ത ഈ ഒരു 15th ഇന്ന ഈ സ്ലാബ് കാസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ബ്രിക്ക് വർക്ക് ലിൻഡൽ ലെവൽ ആകാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ ഇത് അറിയാം. ഓക്കെ, അപ്പോൾ അവർക്ക് തന്നെ ഒരു അറിയാൻ പറ്റും ഇന്ന ഏകദേശം ഇന്ന മാസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന്. എന്നിട്ട് അല്ലെങ്കിൽ മുന്നേ നമ്മളോട് പറഞ്ഞു നമുക്ക് പാലിയാച്ച് ഈ സമയത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് നമ്മൾ പുള്ളിക്കാരനോട് ഇത്ര മാസം പറഞ്ഞിട്ടുണ്ട്, ഈ മാസം പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കൊടുക്കും. അതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ സഫർ ചെയ്യുന്നത്. അതെ. ഓക്കെ. ഇപ്പോൾ ഒരു പുതിയ വീട് പണിയുമ്പോഴാണോ അതോ പഴയ ഒരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോഴാണോ കൂടുതൽ നമുക്കൊരു തലവേദനയായിട്ട് വരുന്നത്? റെനോവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. കാരണം ഓൾറെഡി ഉള്ളൊരു സ്ട്രക്ചറിനെ ഓൾറെഡി ഉള്ള സ്ട്രക്ചർ അവർക്ക് ഈ പറഞ്ഞ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നില്ല ക്ലയന്റിന്റെ. അപ്പോൾ നമ്മളത് റീഡിസൈൻ ചെയ്ത് റീലേ ഔട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് റെനോവേഷൻ എന്തായാലും കുറച്ച് തലവേദന പിടിച്ച പണി തന്നെയാണ്. കമ്പാരിറ്റീവ്ലി ഫണ്ടും കുറച്ച് ഇറങ്ങുന്നത്, ഫിനാൻഷ്യലി കുറച്ച് ഫണ്ട് ഇറങ്ങുന്ന പ്രൊജക്റ്റും കൂടിയാണ് റെനോവേഷൻ. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൊണ്ട് ഒരു 10-15 വർഷം റെനോവേഷൻ കൂടുതലായി പക്ഷെ കാണപ്പെടുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെല്ലാം റെനോവേഷനാണ് ചെയ്യാൻ കാരണം എല്ലാവരും ഇന്ത്യ വിട്ട് പോവാ, നമ്മുടെ കേരളം വിട്ട് അന്യ രാജ്യങ്ങളിലോട്ട് പോവാം. അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ വീട് വെക്കണം എന്നുവെച്ചാൽ എല്ലാവരും എബ്രോഡ് പോയി കഴിഞ്ഞു, സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പോകുമ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വളരെ പോപ്പുലേഷൻ കുറഞ്ഞു വരിക എന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സ് ഇല്ല, എല്ലാവരും പുറത്ത് പോകുന്നതുകൊണ്ട് പുതിയൊരു വീട് ആരും വെക്കുന്നില്ല. അവർ പോകുന്ന സ്ഥലത്ത് തന്നെ സ്റ്റഡീസിനാണ് ജോബിനായിട്ട് പോയിട്ട് അവരവിടെ സെറ്റിൽഡ് ആവുക. അപ്പോൾ പഴയ വീടുകൾ ജസ്റ്റ് ഒന്ന് റെനോവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് റൂം എടുക്കുക, അല്ലെങ്കിൽ അതിനൊന്ന് ഇൻറ്റീരിയർ ചെയ്യുക, പെയിൻ്റ് അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരും വളരെ കൂടുതലാണ് ഇപ്പോഴും. കാരണം പുതിയ വീടിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ അവരവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ റെനോവേഷൻ ചെയ്യുന്നത് റേറ്റ് വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ പിന്നീട് നിങ്ങൾ ചിന്തിക്കും അയ്യോ ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പുതിയ വീട് വെച്ചുകൂടെ. പക്ഷെ പുതിയ വീട് വെക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ചില ആൾക്കാർക്ക് അവർക്കൊരു തറവാടാണ്, അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആണ്, ഓരോ ക്ലയന്റും എങ്ങനെയാണോ അതിനെ നോക്കിക്കാണുന്നത് അതുപോലെ. നമ്മൾ റെനോവേഷൻ വർക്കുകൾ ചെയ്യുന്നുണ്ട്, പുതിയ വർക്കുകളും ചെയ്യുന്നുണ്ട്. പുതിയ വർക്കുകൾ ചെയ്യാൻ കഴിയാൻ പറ്റുമെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റും കൂടെ ആണല്ലോ, ഒരു 1-2 തലമുറയ്ക്ക് താമസിക്കാം. റെനോവേഷൻ ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ മാത്രം റെനോവേഷൻ ചെയ്യാവൂ. ഓൾറെഡി സ്ട്രക്ചർ വീക്കാണ്, അതിലിനി ചെയ്യാൻ കഴിയില്ലെന്ന് പിന്നെ വീണ്ടും ആ ഭിത്തി ഇടിച്ച് പൊട്ടിച്ച് അതിനെ വീണ്ടും നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല, വീക്ക് ആയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് റെനോവേഷൻ ചെയ്യാൻ പോസിബിലിറ്റി ആണ്. ഒരു മാക്സിമം അപ് ടു 30 years വരെയുള്ള ബിൽഡിങ്ങുകളൊക്കെ മാക്സിമം ചെയ്യാം. അത് നിങ്ങൾ നല്ലൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ കണ്ടതിന് ശേഷമേ ഈ വീട്ടിൽ എന്തെങ്കിലും റെനോവേഷനോ ഇടിച്ച് പൊളിപ്പോ കാര്യങ്ങൾ ചെയ്യാൻ പാടും. ഡെമോളിഷിംഗ് എന്ന് പറഞ്ഞാൽ സാധനമേ ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് അല്ലെങ്കിൽ മിനിമം ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ടെങ്കിലും ആലോചിച്ചിട്ട് പുള്ളിയുടെ ഒപ്പീനിയൻ എടുത്തിട്ട് ഇതുപോലുള്ള കമ്പനിക്കോ അല്ലെങ്കിൽ മറ്റു ലോക്കൽ മേസ്ത്രിമാർക്കോ ചെയ്യാൻ കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ ഈ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ് ചിലപ്പോൾ അത് ബലക്ഷയം സംഭവിക്കും. അത് ഏജ്ഡ് ആയിട്ടുണ്ടല്ലോ, ഇപ്പോൾ ബിൽഡിംഗ് തന്നെ 30 years ഏജ്ഡ് ആണ്, അതിൽ കൂടെ പിന്നെ വീണ്ടും റെനോവേഷൻ വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് പോസിബിലിറ്റി ആണ് എന്നുണ്ടെങ്കിൽ മാത്രം അത് ഒരുപാട് ചിന്തിച്ച് വേണം ചെയ്യാനുള്ളത്. ചില ക്ലയൻറ്റുകൾ പോസിബിൾ എന്ന് വെച്ചാൽ ഈ ക്ലയൻറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് സ്വപ്നമാണ് ഇത് റിനോവേറ്റ് ചെയ്തെടുക്കുക. ഏതെങ്കിലും ഒരു ബിൽഡർ ചെന്നിട്ട് ബിൽഡർ ഒരു 3D അങ്ങ് ചെയ്ത് കൊടുക്കും. ഈ 3D കണ്ടിട്ട് എനിക്ക് അനുഭവം ഉള്ളത്, എനിക്ക് ഇതിന് മുന്നേ നമ്മളൊരു ക്ലയൻറ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു 3D കൊടുക്കും. ഈ 3D കണ്ട് 3Dയിൽ അവരങ്ങ് വീഴും. പക്ഷെ ഇത് ചെയ്യാൻ പറ്റുമോ, ഇത് പോസിബിൾ ആണോ അല്ലേ എന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇവർ ബിൽഡർ പറഞ്ഞ ക്യാഷ് കൊടുത്ത് അഗ്രിമെന്റ് സൈൻ ചെയ്ത് കോൺട്രാക്ട് എടുത്തിട്ട് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. വർക്കിന്റെ പകുതി സമയം എത്തുമ്പോഴാണ് പിന്നെയാണ് മനസ്സിലാക്കുന്നത്
നിലവിലുള്ള എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിൽ ഈ 3D ചെയ്യണമെങ്കിൽ വീണ്ടും ഒരുപാട് ക്യാഷ് ആവും. അത് ഫീസിബിലിറ്റിയും എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. അപ്പം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇതിനോട്ട് ഈ റെനോവേഷനിലോട്ട് ഇറങ്ങാൻ വേണ്ടി. നമുക്ക് ഒരിക്കലും ഒരു 3D കണ്ട് അതുപോലെ നമുക്ക് ചെയ്യാമെന്ന് റെനോവേഷൻ ചെയ്ത് കളയാമെന്ന് എല്ലാ പ്രൊജക്റ്റും പറ്റില്ല. അത് ഫീസിബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ഒരു ടെക്നിക്കൽ ടീമിനെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടേ അത് ചെയ്യാവൂ. ഓക്കെ. ഇന്നിപ്പോൾ നമ്മുടെ മലയാളികൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പ്രിഫറൻസസ് കുറേ മാറി. അപ്പം ഇന്നത്തെ ഇപ്പം ഈ പുതിയ തലമുറ വീട് പണിയുമ്പോഴത്തേക്കും എന്താണ് അവരുടെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഉള്ള പ്രിഫറൻസസ്? ഇൻറ്റീരിയർ മലയാളികൾ ചെയ്തു നല്ല രീതിക്ക്. ഇപ്പോൾ ഇത്രയും ബൂമായിട്ട് ഒരു 15 വർഷത്തിന് ഇപ്പുറം വെച്ചാൽ ഇൻറ്റീരിയറിന് ഇത്രയും പ്രാധാന്യം. സാധാരണ ഒരു പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻറ്റീരിയറിന് പ്രാധാന്യം കൊടുത്തിട്ട് എക്സ്റ്റീരിയർ നോർമലി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്ന നമുക്ക് എന്താണ് എക്സ്റ്റീരിയർ ഇന്റീരിയർ, പക്ഷെ നമ്മൾ ഇന്റീരിയർ ചൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സിദ്ധാർത്ഥ ഒരു ഇന്റീരിയർ ചെയ്തു, സിദ്ധാർത്ഥന് ഇഷ്ടപ്പെട്ട ട്രെൻഡിങ് ആയിക്കൊണ്ട്, ആ വേർഡ് എടുത്ത് തന്നെ പറയാം, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ, ഒരു TV യൂണിറ്റോ അല്ലെങ്കിൽ ഒരു വാൾ പാനൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. 2 വർഷം കഴിഞ്ഞ് ഔട്ട് ഓഫ് ഫാഷൻ ആണ്. അത് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യില്ല, എക്സിസ്റ്റിംഗ് അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഈവൻ ഒരു വീട് വെച്ച് ഒരു 3D, നേരത്തെ പറഞ്ഞ പോലെ 3D ചെയ്ത് വീട് വെച്ചു. വീട് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 വർഷം കഴിയുമ്പോൾ ഇത് ഔട്ട് ഓഫ് ഫാഷൻ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും, അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിലോട്ട് ജസ്റ്റ് ഒന്ന് പറയാം. വീട് വെക്കുമ്പോൾ 3D ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പോൾ കണ്ടംപററി സ്റ്റൈൽ വയ്ക്കാം, കൊളോണിയൽ വയ്ക്കാം, ട്രഡീഷണൽ വയ്ക്കാം, ഇത് രണ്ടിൻ്റെ ഫ്യൂഷനായിട്ട് വയ്ക്കാം, ചൈനീസ് റൂഫ് കണക്ക് ചെയ്യാം, പല മോഡലുകൾ ഫ്യൂഷൻ എല്ലാം വെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് എപ്പോഴും സ്ലോപ്പിംഗ് റൂഫാണ് ബെറ്റർ. പക്ഷെ സ്ലോപ്പിംഗ് റൂഫ് ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷെ അതായിരിക്കും ബെറ്റർ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കേരളത്തിലെ എല്ലാ വീടുകളിലെ മേഖലയിലെ റൂഫിംഗ് ആണ് ചെയ്യുന്നത്. കാരണം ഫ്ലാറ്റ് റൂഫ് ചെയ്താൽ വെള്ളം കെട്ടി നിൽക്കും. ഈ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനം കാരണം ക്രാക്കും ലീക്കേജും എല്ലാം ഉണ്ടാകും. പിന്നെ വീണ്ടും എക്സ്ട്രാ 2 lakhs 3 lakhs കൊടുത്ത് വീണ്ടും നമ്മൾ റൂഫിംഗ് ചെയ്യുക, അതിന്റെ ആവശ്യമില്ലല്ലോ. കൺസ്ട്രക്ഷൻ ചെയ്യുന്ന മുന്നേ സമയത്ത് നമുക്ക് സ്ലോപ്പിംഗ് റൂഫിംഗ് ചെയ്താൽ പോലും അതല്ലേ നല്ലത്. പിന്നെ ഈ പറഞ്ഞ കണ്ടംപററി സ്റ്റൈൽ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. കണ്ടംപററിക്കും കുറേ നാൾ കഴിയുമ്പോൾ മെയിൻ്റനൻസുകളുണ്ട്. അത് നമ്മുടെ സംസ്കാരം പറയാം, നമ്മുടെ ഭൂപ്രകൃതിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ക്ലൈമറ്റിനെ പറ്റിയതല്ല ഈ കണ്ടംപററി സ്റ്റൈൽ. നമുക്ക് എപ്പോഴും ട്രഡീഷണൽ തന്നെയാണ് ബെറ്റർ. അല്ലെങ്കിൽ മിനിമം അതൊരു ഫ്യൂഷൻ എങ്കിലും കണ്ടംപററി ഈ പറഞ്ഞ എന്താ പറയുക ട്രഡീഷണലും ആയിട്ടുള്ള ഫ്യൂഷൻ എങ്കിലും ചെയ്യണം. റൂഫൊക്കെ അതെ. രണ്ടാമതൊരു ഷീറ്റ് റൂഫ് ചെയ്യുന്നത് അതൊരു എക്സ്ട്രാ കോസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ഇന്റീരിയറിനെ കുറിച്ചാണ്. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഫീലിംഗ് ആണ്. എന്നെ സംബന്ധിച്ച് ഇന്റീരിയർ എന്ന് ഇപ്പോൾ ഇത് സ്റ്റുഡിയോ ഇതൊരു ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, ഇതൊരു ഫീലിംഗ് ആണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ കംഫർട്ട് ആക്കുക നമ്മുടെ എന്താ പറയുക, നമ്മുടെ യൂട്ടിലിറ്റീസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ അതിനെ പറയാ, നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രീതിക്ക് ഇന്റീരിയർ ചെയ്യുന്നത് ബെറ്റർ. ഒരു വീട്ടിൽ ഒരു ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലോ കണ്ടിട്ട് അതേ ഇന്റീരിയർ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് സൂട്ട് ആവണമെന്നില്ല. ഇന്റീരിയർ നല്ല കൺസ്ട്രക്ഷൻ പോലെ തന്നെയാണ് ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെയാണ് കോസ്റ്റ്ലിയും. നമുക്ക് ഇന്റീരിയർ തന്നെ ഇപ്പോൾ 5 വർഷത്തെ വാറണ്ടി പറഞ്ഞും 5, 10, 15, 20 പറഞ്ഞും പല മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്റീരിയർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ചെയ്യുമ്പോൾ നല്ല റേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഇപ്പോൾ സിദ്ധാർത്ഥിന് 3 ബെഡ്റൂമാണ് ഉള്ളത്. 3 ബെഡ്റൂമിൽ വാർഡ്രോബ് വേണമെന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സിദ്ധാർത്ഥിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആ 3 ബെഡ്റൂമിൽ 2 ബെഡ്റൂമിൽ സ്റ്റഡി ടേബിൾ മതി, അല്ലെങ്കിൽ വാൾ പാനൽ 1 ബെഡ്റൂമിൽ മതി, ജിപ്സം സീലിംഗ്, അതിപ്പോൾ ഓട്ടോ ഫാഷൻ ആണ്, ജിപ്സം സീലിങ്ങോ അതിൻ്റെ ലൈറ്റ്സുകളോ വേണമെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ TV യൂണിറ്റ്, ലിവിങ്ങിൽ TV യൂണിറ്റ്, കിച്ചൺ കബോർഡ്, അങ്ങനെ ഓരോന്നായിട്ട് പാർട്ടീഷൻ വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രോക്കറി ഷെൽഫ് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇന്റീരിയർ ചെയ്യാൻ കഴിയും. ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് വെച്ചിട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്റീരിയർ ചെയ്യുന്നത് ബെറ്റർ തന്നെയാണ്. പക്ഷെ ഈ എല്ലാ ഡിസൈൻസും മാറിക്കൊണ്ടിരിക്കും നമുക്ക് എന്തായിരുന്നാലും. പക്ഷെ വേറെ കാര്യമുണ്ട്, നമുക്ക് കിച്ചൺ യൂണിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ മിനിമം ഒരു 10-15 വർഷത്തേക്കെങ്കിലും മാറ്റാതിരിക്കുക. ഇത് റീപ്ലേസ് ചെയ്ത് കളയുമ്പോൾ വീണ്ടും നമുക്ക് നഷ്ടം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത മെറ്റീരിയൽസ് ഏതെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ട്രെൻഡ് നോക്കണ്ട, ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ വർഷം 2026 ചെയ്യുന്ന TV യൂണിറ്റ് അല്ല ഒരു 10 വർഷം കഴിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കില്ല. ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ഡിസൈൻസ് ആണ് വരുന്നത്.
അപ്പോൾ അത് നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ കഴിയുമോ, അതിന് നമുക്ക് ഫണ്ട് അത് അനുവദിക്കുന്നുണ്ടോ, എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൾ ഇത് തന്നെ ഫണ്ട് തന്നെയാണ്, ഫിനാൻഷ്യൽ പ്ലാനിങ് തന്നെയാണ്. നിങ്ങൾക്ക് നല്ലൊരു ഇൻറ്റീരിയർ ചെയ്യണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നെങ്കിൽ കസ്റ്റമൈസ് ആണ്, എന്ത് വേണമെങ്കിലും നോക്കിയിട്ട് നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനറെയോ അല്ലെങ്കിൽ നല്ലൊരു ആർക്കിടെക്ട് ഫേമിനെ കണ്ടിട്ട് സംസാരിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് തുറന്ന് അവരോട് പറയാം. അപ്പോൾ അവരാണ് ഡിസൈൻ ചെയ്യുന്നത്, നമുക്ക് ഇന്ന മെറ്റീരിയൽ ഇട്ട് യൂസ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ക്ലയൻറ്റുകൾ ക്വാളിറ്റിക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതോ വിലക്കുറവ് നോക്കിയാണോ പോകുന്നത്? അത് രണ്ട് ടൈപ്പ് ഓഫ് ക്ലയൻസും ഉണ്ട്. റേറ്റ് നോക്കുന്ന ആൾക്കാരുണ്ട്, ക്വാളിറ്റി കൺസേൺ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് രണ്ടും നോക്കണമെന്നാണ്. നമ്മൾ റേറ്റും നോക്കണം, എന്നാൽ ബെറ്റർ ക്വാളിറ്റിയും നോക്കണം. നമുക്ക് ഇന്ന റേറ്റിൽ മാക്സിമം ക്വാളിറ്റി എന്ത് കിട്ടും, അത് പല കോട്ടുകൾ നമ്മൾ പല ബിൽഡേഴ്സിൽ നിന്ന് വാങ്ങി കമ്പാരിസൺ ചെയ്ത് നോക്കാൻ എനിക്ക് ഏകദേശം ഐഡിയ കിട്ടും. ക്വാളിറ്റി നോക്കണം. ക്വാളിറ്റി എന്താ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ സിദ്ധാർത്ഥ വീട്ടിൽ ഫ്ലോറിങ് ചെയ്തു, ടൈല് വിരിച്ചു, അതൊരു അടുത്തൊരു 20 വർഷം കഴിഞ്ഞ് അത് ഇടിച്ച് പൊട്ടിച്ചിട്ട് പുതിയത് ചെയ്യുന്നുള്ളൂ. പക്ഷെ പെയിന്റ് വേണമെങ്കിൽ നമുക്ക് അടുത്ത 5 വർഷം കഴിഞ്ഞ് മാറ്റാം. അല്ലെങ്കിൽ സിദ്ധാർത്ഥിന്റെ മാരേജ് വരുമ്പോൾ അത് പെയിന്റ് റീപെയിന്റ് ചെയ്യാം. പക്ഷെ ഫ്ലോറിങ് ഇങ്ങനെ മാറ്റാൻ പറ്റും. അപ്പൊ ഈ പെട്ടെന്ന് മാറ്റാൻ കഴിയാത്ത മെറ്റീരിയൽസിലൊക്കെ ബ്രാൻഡഡ് തന്നെ, അല്ലെങ്കിൽ ബ്രാൻഡ് എന്നുള്ള വേർഡ് വിട്ടേക്കും, ക്വാളിറ്റി തന്നെ ചെയ്യാം. കാരണം വെച്ചാൽ ബാത്റൂം CP ഫിറ്റിങ്സുകൾ, ബാത്റൂം ഫിറ്റിങ്സുകൾ ഉണ്ടല്ലോ, സാനിറ്ററി ഫിറ്റിങ്സുകൾ അത്യാവശ്യം ക്വാളിറ്റി വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം മെയിൻ്റെനൻസ് ആകാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ ക്വാളിറ്റി നോക്കണം. ക്വാളിറ്റി നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ കളറോ പെയിൻറ്റിൻ്റെ കളറോ കുറേ LED ലൈറ്റ്സിൻ്റെ വെളിച്ചമോ അല്ല ഒരു വീട് നല്ലതാണോ ചീത്തയാണോ ഡിഫൈൻ ചെയ്യുന്നത്. അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് ഏത് മിക്സാണ്, ഏത് പ്രൊപ്പോർഷനിൻ്റെ ഇതിലാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ പോലെ ഏത് കമ്പനി സ്റ്റീലാണ് ഇട്ടിട്ടുള്ളത്, അതിനപ്പുറം ഏത് ഗ്രേഡാണ്, അങ്ങനെ കുറേ എൻജിനീയറിംഗ് പരമായിട്ടുകൊണ്ട് ചിന്തിക്കണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്ലയൻറ്റുകൾക്ക് അതിനുള്ള ഒരു നോളേജ് ഇല്ല. ഇപ്പോഴും കുഴപ്പമില്ല, ഇപ്പോൾ ഓൾറെഡി എല്ലാ റീൽസുകളും ഈ സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ടാപ്പ് തുറന്നാൽ വെള്ളം വരും അല്ലെങ്കിൽ സ്വിച്ച് ഇട്ടാൽ ഫാന് കറങ്ങും എന്ന് മാത്രം നോക്കാതിരിക്കുക. കഴിവതും നിങ്ങളൊരു ബിൽഡിംഗ് ആയിട്ട് ഒരു പ്രോപ്പർ എന്താ ഒരു പ്ലോട്ടും വീടുമായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിൽഡറിൻ്റെ നിന്ന് വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ആണ് മീൻസ് ഒരു ബിൽഡർ ഒരു കോൺട്രാക്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ടർ ചെയ്യുന്ന ക്വാളിറ്റി വീക്കിലെങ്കിലും പോയി സൈറ്റ് വിസിറ്റ് ചെയ്യുക, അവിടുത്തെ അപ്ഡേറ്റുകൾ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ എബ്രോഡ് ആണെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ സൈറ്റുകൾ ക്യാമറ വെച്ച് കൊടുക്കുന്നുണ്ട്. ക്ലയൻറ്റിന് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് ക്ലയൻറ്റിന് നമുക്ക് ഈ പറഞ്ഞ ഫോണിൽ ആക്ടിവിറ്റീസ് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നമ്മൾ ക്യാഷ് മുടക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാകുക എന്നും പറഞ്ഞ് നമ്മൾ ക്വാളിറ്റി നോക്കി പറഞ്ഞിട്ട് ഹൈ പ്രൈസും. വേറൊരു കാര്യമുണ്ട്, ക്വാളിറ്റി. ഞാനൊരു കാര്യം പറയാം, ഇപ്പോഴത്തെ നേരത്തെ ചോദിച്ചില്ല ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ്. സത്യം പറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആൾക്കാർ പറയുന്നത് പറയാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. താങ്കൾ എന്നോട് ചോദിക്കുന്നത് നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിളാണേ ഞാൻ അങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇല്ല, ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ച് റേറ്റ് മാറും. ഞാൻ പറയാം എൻ്റെ സ്ക്വയർ ഫീറ്റ് 2000 പെർ സ്ക്വയർ ഫീറ്റിന് 2000 രൂപ വെച്ചിട്ടാണ് ഈടാക്കുന്നത്. അപ്പോൾ താങ്കൾ എന്ത് ചെയ്യും, മൊബൈലോ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1000 സ്ക്വയർ ഫീറ്റ് ഇൻറ്റു 2000, അപ്പോൾ എത്ര 20 lakhs. പെട്ടെന്ന് ഒരു ഫിഗറിലോട്ട് എത്തിച്ചേരാനാണ് അങ്ങനെ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിലോട്ട്. അത് ഏതോ ഒരു കോൺട്രാക്ടർ പണ്ട് ഉണ്ടാക്കി വെച്ച പരിപാടിയാണ്. സ്ക്വയർ ഫീറ്റ് റേറ്റില്ല, ഇത് BOQ ബിൽ ഓഫ് ക്വാണ്ടിറ്റി നോക്കി നമുക്കൊരു എസ്റ്റിമേഷൻ എടുത്ത് ഒരു പ്രൊജക്റ്റിന്റെ റേറ്റ് ഫൈനൽ റേറ്റ് പറയാൻ കഴിയും. ഫുൾ അതിലൊരു നെറ്റ് പോലും ഉൾപ്പെടും. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേഷൻ എടുത്തിട്ടേ നമുക്ക് റേറ്റ് പറയാൻ കഴിയും. അതല്ലാതെ ഇതൊരു ഓവറോൾ ആയിട്ട് പറയുന്ന രീതിയാണ്. ഇത് ഇങ്ങനെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, ഈ പറയുന്ന ബിൽഡറിന് ഒന്നുകിൽ നല്ല നഷ്ടം സംഭവിക്കാം അല്ലെങ്കിൽ നല്ല ലാഭം സംഭവിക്കാം. അപ്പോൾ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതല്ല, കബളിപ്പിക്കപ്പെടാം ക്ലയൻറ്റ്. അപ്പോൾ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ക്ലയൻറ്റ് ഈ ബിൽഡർ വീണ്ടും ഈ പറഞ്ഞ പണി പകുതിക്ക് നിർത്തുക. കാരണം വെച്ചാൽ അയാളുടെ കയ്യിലില്ല, പകുതിക്ക് വർക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ ക്ലയൻറ്റ് വീണ്ടും സഫർ ചെയ്യും. പിന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യേണ്ടി വരും. എന്തിനാണ് അത് ഈ ക്ലയൻറ്റും ഈ പറഞ്ഞ ബിൽഡറുമായിട്ട് അങ്ങനെ അതിനൊരു ആവശ്യമില്ല. ക്വാളിറ്റി കൂടുമ്പോൾ പ്രൈസ് ടാഗ് മാറും. കാരണം ക്വാളിറ്റി മാറ്റേഴ്സ് നോക്കുന്ന ആൾക്കാർക്ക് എന്തായിരുന്നാലും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ 33 ഗ്രേഡ് സിമെന്റിന്റെ റേറ്റ് അല്ല 53-ക്കോ അല്ലെ 43-ക്കോ. അതുപോലെ ഈച്ച് ആൻഡ് എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് മാറുന്നുണ്ട്. നിങ്ങൾക്ക് 60 രൂപയുടെ ടൈല് മതി എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഇതിൽ ആ ക്വാളിറ്റി മതിയെങ്കിൽ അത് നിങ്ങൾ 100 അല്ലെങ്കിൽ 120 അല്ലെങ്കിൽ മറ്റ് ഗ്രാനൈറ്റുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ റേറ്റ് മാറും. സാനിറ്ററി ഫിറ്റിങ്സിലായാലും ചെറിയ സാനിറ്ററി, ഇപ്പോൾ സെറയുടെ കാര്യം എടുക്കാം. സെറയുടെ ബാത്റൂം ഫിറ്റ് ഈ പറഞ്ഞ നമുക്ക് 3000 രൂപ തൊട്ട് 2 ലക്ഷത്തിന് അപ്പുറമുള്ള ക്ലോസറ്റുകളുണ്ട്. അപ്പോൾ ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്, ക്വാളിറ്റി വരുന്നത്. പിന്നെ എന്തായിരുന്നാലും കേരളത്തിലെ ഒരു റേറ്റ് നോക്കുമ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് പെർ സ്ക്വയർ ഫീറ്റ് റേറ്റാണ് താങ്കൾ ചോദിക്കുന്നുണ്ടെങ്കിൽ 2000 മുതൽ ഒരു 3000, 3800, മാക്സിമം 4000, അതിനപ്പുറം പോവാം കേട്ടോ. 4000 വരെയൊക്കെ ഉള്ള റേറ്റിനാണ് വിത്ത് ഇൻറ്റീരിയർ, വിത്തൗട്ട് ഇൻറ്റീരിയർ, അങ്ങനെയൊക്കെ റേറ്റുകൾ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നല്ലൊരു വീട് ഇക്കാലത്ത് പണിയുന്നുണ്ടെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് മുകളിലോട്ട് നോക്കുക. 2000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2200 മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു വീട് ചെയ്യാൻ കഴിയും. അതിലും താഴോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോ കമ്പനിയുടെ കൺസേൺസ് വ്യത്യാസമായിരിക്കും, അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വ്യത്യാസമായിരിക്കും, ക്ലയൻറ്റിൻ്റെ നീഡ്, ഇതൊക്കെ നോക്കിയിട്ടാണ് റേറ്റിലോട്ട് വരുന്നത്. അപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റുകൾ വീഴാതിരിക്കുക. ചെയ്യേണ്ടത് എപ്പോഴും നിങ്ങളുടെ നീഡ്, ആവശ്യം ഒരു ആർക്കിടെക്റ്റിനോടോ അല്ലെങ്കിൽ ഒരു ബിൽഡറോടോ പറയുക, ഓപ്പണായിട്ട് സംസാരിക്കുക, ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് ഡിസൈൻ ചെയ്യുക. ഫ്യൂച്ചറിൽ എനിക്ക് ഒരു ബെഡ്റൂം കൂടെ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കാർ പോർച്ചും കൂടെ വേണ്ടി വരും, അതൊക്കെ നോക്കിയിട്ട് അതിനുള്ള സ്പേസ് വിടുക. അതിനനുസരിച്ച് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം ഡിസൈൻസ് ചെയ്യേണ്ടത്. ഓക്കെ. ഈ കൊമേഴ്ഷ്യൽ ഇന്ത്യയിൽ ഫിറ്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ബിസിനസ് സ്പേസ് ലാഭിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ സ്പേസ് ഇന്റീരിയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് റെസിഡൻഷ്യൽ ചെയ്യും പോലെ അല്ല. അപ്പോൾ അവിടെ ഈ ഓർഗനൈസേഷൻ കറക്റ്റ് എന്തൊക്കെയാണ്, ഇപ്പോൾ എന്താ പറയുക, ഒരു ക്ലിനിക്കിന് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ഇൻറ്റീരിയർ അല്ല നമുക്ക് വേറൊരു സലൂണിന് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ നീഡ്, ആവശ്യങ്ങൾ എന്താണ് ആദ്യം മനസ്സിലാക്കുക. ഒരേ സമയം എത്ര പേര് വരുന്നുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ അവർക്ക് അവിടെ ചെയ്യേണ്ടത്. മീൻസ് ഒരു ഓഫീസിൻ്റെ കാര്യം പറയാം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഫ്രണ്ട് ഓഫീസ്, എങ്ങനെ എത്ര ഇതാണ് വരുന്നത്, നിങ്ങൾ ഫയലൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ഇരിക്കാനുള്ള ഒരു സ്പേസ് എവിടെയാണ്, ഒരേ സമയം എത്ര ആൾക്കാർ അവിടെ അക്കോമഡേറ്റ് ചെയ്യണം, പിന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അതിനനുസരിച്ചുള്ള അവരെ ടേബിൾ സെറ്റിങ്, ഈ പറഞ്ഞ പോലെ ഫയൽ വെക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യങ്ങൾ ഏകദേശം അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മുടെ സ്പേസ് എന്തായിരുന്നാലും നമുക്ക് ബിസിനസ് സ്പേസ്, ഇപ്പോൾ സ്പേസസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സ്പേസ് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. ഇതിനെ നമ്മുടെ ആവശ്യം, നമ്മുടെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മാറ്റിയെടുക്കണം. അതൊരു ഇൻറ്റീരിയറിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ക്ലയൻറ്റോട് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്താണ്, അത് എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇത് ഓപ്പറേഷൻ നടക്കുന്നത്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഓരോ ഓഫീസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എവിടെയൊക്കെ നമുക്ക് ഈ ഇതിൻ്റെ വെളിച്ചത്തിന് ലൈറ്റ് ഒരു വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം എവിടെയൊക്കെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലൈറ്റ് വേണം, എന്തൊക്കെ ഇപ്പോൾ പ്രൊഡക്റ്റ് ബേസ് അല്ലല്ലോ, ഒരു ഓഫീസ് ആകുമ്പോൾ ആ ഒരു വർക്ക് എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ അത് ആ രീതിക്കുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്, ക്യാബിൻ അറേഞ്ച്മെൻറ്റുകൾ, അവരുടെ ഈ ഫയൽസുകൾ എവിടെയൊക്കെയാണ് വെക്കേണ്ടത്, മീറ്റിംഗ് റൂം ഓഫ് കോഴ്സ് അത് എങ്ങനെയാണ് വേണ്ടത്, പിന്നെ അതിൻ്റെ ഈ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മറ്റൊന്നിനോട് അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സലൂണിനുള്ള ഇൻറ്റീരിയറോ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറോ അവിടുത്തെ ലൈറ്റോ അവിടുത്തെ ടെക്സ്ചറോ അവിടുത്തെ പെയിൻറ്റിൻ്റെ കളർ കോമ്പിനേഷനോ ഫർണിച്ചറോ ഒന്നും അല്ല ഒരു ബിസിനസ് ഒരു സ്പേസിൽ, അതല്ല ഒരു ഹോസ്പിറ്റലിൽ, ഇതല്ല മറ്റൊരു കൺവെൻഷൻ സെൻറ്റർ. അപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആയാലും അതിൻ്റെ ഡിസൈൻസ് ആയാലും പാറ്റേൺ എല്ലാം വ്യത്യസ്തമാണ്. കേരളത്തിൽ സബർനാക് ഹോംസിൻ്റെ സർവീസസ് ഏതൊക്കെ ജില്ലകളിലാണോ ഉള്ളത്? നിലവിൽ നമ്മുടെ സർവീസ് വരുന്നത് ട്രിവാൻഡ്രം, ആലപ്പുഴ, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ഈ 5 ജില്ലകളിൽ നമുക്ക് വർക്കുകൾ ചെയ്യാവുന്നതാണ്. ഇനി എക്സ്പാൻഡ് ഇപ്പോൾ ഓൾറെഡി നെക്സ്റ്റ് മന്ത് നമുക്ക് തിരുനെൽവേലിയിൽ ഒരു പ്രൊജക്ട് വരും. അതിന്റെ ഡിസൈനിങ് നടക്കുന്നുണ്ട്. തിരുനെൽവേലിയിൽ എനിക്ക് ഏപ്രിലോട് കൂടി തുടങ്ങും. അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പുള്ളി ബേസിക്കലി തമിഴാണ്, പക്ഷേ നമ്മുടെ കേരള കൾച്ചർ ഇഷ്ടപ്പെട്ടിട്ട് കേരള ടൈപ്പ് ട്രഡീഷണൽ ആയിട്ടുള്ള വെട്ടുകല്ലിൽ സ്ലോപ്പിംഗ് റൂഫൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ പ്രൊജക്ട് അതാ ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ മാൻ പവർ പോയിട്ട് എഞ്ചിനീയേഴ്സും ലേബേഴ്സും എല്ലാം പോയി ഇവിടെ നിന്ന് മെറ്റീരിയൽസ് കൊണ്ടുപോയി, വെട്ടുകല്ലൊക്കെ ഉണ്ടല്ലോ, അത് കൊണ്ടുപോയി അവിടെ ചെയ്തു കൊടുക്കുക ചെയ്യുന്നത്. പക്ഷെ കേരളത്തിലെ തനിമ അല്ലെങ്കിൽ അവിടെ നമ്മൾ ട്രഡീഷണൽ പുള്ളിക്കാരൻ ആ ക്ലയൻറ്റിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ കാണുന്ന കുറേ കാര്യങ്ങൾ പുള്ളി എന്നോട് റെഫറൻസ് പറഞ്ഞു, ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കണം. അതെ, ഒരു ചലഞ്ചിങ് ആണ്, എന്നാലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല പ്രൊജക്ട് തന്നെയാണ്. ഏപ്രിലോട് കൂടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുക. സാറ് ഇപ്പൊ ഈ ഫീൽഡിൽ കുറെ കാലമായിട്ടുള്ളതാണ്. അപ്പോഴത്തേക്കും
ഇതിനകത്ത് നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു? അതിൽ നിന്ന് സാർ എന്താണ് പഠിച്ചത്? ചലഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ആണല്ലോ നമ്മുടേത്. കൺസ്ട്രക്ഷൻ, റെനോവേഷൻ, ഇൻറ്റീരിയർ, ലാൻഡ് സർവേ, അതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഈ കൺസ്ട്രക്ഷനിൽ വീട് പണി, മെയിനായിട്ട് വീട് പണിയാണ് ചെയ്യുന്നത്. ഈ വീട് പണി ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു വീടിന് ഇറങ്ങാൻ വേണ്ടി. നമ്മൾ തൻ്റെ സുഹൃത്തോ അടുത്തുള്ള ഒരാളോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും പാലിയാച്ചിന് പോയി അവരെ വീട് കണ്ടിട്ടോ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കുക. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റ് അതിലായിരിക്കണം, അത് തെറ്റാൻ പാടില്ല. അപ്പം അതിനനുസരിച്ച് ബഡ്ജറ്റ് ഉണ്ട്, ആ ബഡ്ജറ്റിനുള്ളിൽ തീരുന്ന ഡിസൈൻ ചെയ്യുക. നിങ്ങളുടെ ഒരു എന്താ പറയുക, ജീവിതകാലം മുഴുവനുമുള്ള സമ്പാദ്യം ഒരു വീട്ടിലോട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. വീടൊരു ഇത് തന്നെയാണ്, പക്ഷേ ഇതിലുപരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ നമ്മൾ ജോലി ചെയ്ത് ഒരു ഈ പറഞ്ഞ ഇപ്പം എന്താ പണ്ടത്തുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് ഒരുവിധം ഫുൾ ക്യാഷ് ഫുള്ള് വീട്ടിൽ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ എനിക്ക് നേരിട്ടറിയാവുന്ന 1-2 ക്ലയൻറ്റുകളുണ്ട്. അവർ എടുത്താൽ പൊങ്ങാത്ത ബാങ്കിൽ ഹൗസിംഗ് ലോണുകൾ എടുത്തിട്ട് വലിയ വീടുകൾ വെച്ചിട്ട് വീടുകൾ പൂർത്തിയാവാനും കഷ്ടപ്പെടും. അപ്പോൾ നമ്മളെപ്പോലുള്ള ബിൽഡർ വരുമ്പോൾ കറക്റ്റ് ഇപ്പോൾ ബാങ്ക് ലോൺ എടുത്തിട്ട് ബാക്കിയും കൂടെ ഫണ്ട് അറേഞ്ച് ചെയ്ത് ചെയ്യാനായിരിക്കും ഇരിക്കുന്നത്. ബാങ്ക് ലോൺ എടുക്കുന്നത് എസ്റ്റിമേഷൻ എടുത്ത് ജസ്റ്റ് കൺസ്ട്രക്ഷന് വേണ്ടി മാത്രമായിരിക്കും. പിന്നെ ഇതിൽ ഇൻറ്റീരിയർ ചെയ്യണം, ബാക്കി ലാൻഡ്സ്കേപ്പിങ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വീണ്ടും പുള്ളി വേറെ ഫണ്ട് മറിച്ചിട്ടായിരിക്കും ചെയ്തത്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ലോക്കാവും. അപ്പോൾ പ്രൊജക്റ്റ് ഒരു ടൈമിൽ സ്റ്റോപ്പാവും. അപ്പോൾ നമ്മൾ സഫർ ചെയ്യും. കാരണം വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് പെട്ടെന്ന് ഒരു ദിവസം സ്റ്റോപ്പ് ആകുമ്പോൾ എന്തായിരുന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ്, ടെക്നിക്കലി ആയാലും എങ്ങനെയായിരുന്നാലും. അപ്പം അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ, ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെ ചെയ്യാം. ഇത് ക്യാഷ് എന്ന് പറഞ്ഞാൽ വലിയ വില്ലൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക്, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള വീടുകൾ മാത്രം നിങ്ങൾ പണിയുക. വീട് വയ്ക്കുക എന്നത് മാത്രമായിരിക്കില്ല നിങ്ങളുടെ എയിം. നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട്, അവരുടെ കല്യാണം, അങ്ങനത്തെ ചിലവുകൾ, പിന്നെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് നിങ്ങൾക്ക് ആസ്വദിക്കണം. അപ്പോൾ ഇതിനുള്ള എല്ലാ ക്യാഷും കൊണ്ട് നിങ്ങളൊരു ബിൽഡിങ്ങിന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകും? പിന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഇതുപോലെ ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? ഓക്കെ, നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കവറായി പോകും. മീൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ചില രോഗങ്ങൾ ഇൻഷുറൻസ് കവറാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വീട് ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാവുന്നതിൻ്റെ, അല്ലെങ്കിൽ ഓക്കെ എനിക്കൊരു 1-2 വർഷം ജോലി ചെയ്താൽ അടച്ച് തീർക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ ബാങ്ക് ലോൺ കൂടെ എടുത്തിട്ട് എക്സ്ട്രാ ഈ പറഞ്ഞ കണക്ക് 5 മാക്സിമം 10 ലക്ഷം വരെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 വർഷം കൊണ്ട് അടയ്ക്കാം. അതിൽ കൂടുതൽ എടുക്കാതിരിക്കുക. നിങ്ങളെ റിക്വയർമെൻറ്റ് കറക്റ്റ് ഫാമിലി മെമ്പേഴ്സുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക. അത് മറ്റൊരു ഫ്രണ്ടുമായിട്ടോ ഒരു കൊളീഗുമായിട്ടോ മറ്റോ ബന്ധുക്കളായിട്ടോ ഡിസ്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളൊരു പ്ലോട്ട് കണ്ടു, പ്ലോട്ട് ഇഷ്ടപ്പെട്ടു, പ്ലോട്ട് എല്ലാ പൈസയും പ്ലോട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. പ്ലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ക്യാഷ് വേറെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള പ്ലോട്ട് കണ്ടെത്തുക, അതിൽ എൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, ഫാമിലിയെ ഡിസ്കസ് ചെയ്യുക. നമുക്ക് ഓപ്പൺ കിച്ചൺ വേണോ, വർക്ക് ഏരിയ ഇങ്ങനെ ആയിരിക്കണം, ബെഡ്റൂം എത്ര വേണം, എത്ര സൈസ് വേണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള ഇത് നല്ലൊരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളുടെ അടുത്ത് വരിക. നിങ്ങൾ റിക്വയർമെൻറ്റ് പറയുക. അപ് ടു നിങ്ങൾക്ക് എത്ര ഓപ്പണായിട്ട് പറയാം, നിങ്ങൾക്ക് എത്ര രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ നിങ്ങൾ ഫ്യൂച്ചറിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്ന ഒരു ഡിസൈൻ തയ്യാറാക്കുക. അതിൽ പഞ്ചായത്തോ എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ പെർമിറ്റ് വാങ്ങുക. അത് നല്ലൊരു ബിൽഡറെ കൊണ്ട് ക്വാളിറ്റി തന്നെ പണിയിപ്പിക്കുക. അല്ല ജീവിതകാലം മുഴുവനും ജോലി ചെയ്യുന്ന പൈസ മൊത്തം ഒരു വലിയൊരു വീടിന് വേണ്ടി ചിലവാക്കിയ വീട്, അതുപോലെ കാറ്, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും, എങ്ങനെ ജീവിക്കും മുന്നോട്ട്? ഞാനൊരു ബിൽഡർ എന്ന നല്ല പറയേണ്ട ആവശ്യമില്ല, പക്ഷെ അത് നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, സാധാരണ ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയുക, നിങ്ങൾക്ക് പറ്റുന്ന പ്രൊജക്റ്റുകൾ മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാങ്ക് എത്ര ഒക്കെ നിങ്ങൾക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള ലാൻഡ് ഉണ്ടെങ്കിൽ ലാൻഡ് അഗേൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബാങ്ക് ലോൺ കിട്ടും, ഹൗസിംഗ് ലോൺ കിട്ടും, കൺസ്ട്രക്ഷന് വേണ്ടി കിട്ടും. പക്ഷേ ഈ ലോണെല്ലാം എടുത്തിട്ട് തിരിച്ചടയ്ക്കണ്ടേ? അതുപോലെ ഈ 15 വർഷം 20 വർഷം കാലയളവ് ഉണ്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടി. ഇത്രയും വർഷം ഈ സ്പാൻ ഓഫ് ഇത്രയും ഒരു സ്പേസ് ദിവസങ്ങൾ പോകുമ്പോൾ തന്നെ പലിശയും കൂടുതലല്ലേ? എനിക്ക് തോന്നുന്നു 7.5 8 മേളിലോട്ടാണ് ഹൗസിംഗ് ലോൺസ് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ഒരുപാട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക.
അത് ബിൽഡറെ ചൂസ് ചെയ്യുമ്പോഴും ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് നോക്കി കണ്ട് തന്നെ ചെയ്യുക. സാറിപ്പോൾ ഈ ഫീൽഡിൽ വളരെ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ സാർ കുറേ ചലഞ്ചസ് നേരിട്ടുണ്ടായിരിക്കും. അതെ, അതിനകത്ത് സാറ് നേരിട്ടൊരു സാറിനെ ഏറ്റവും മാറ്റിമറിച്ച ഒരു ചലഞ്ച്, അതിൽ നിന്ന് സാർ എന്താണ് പഠിച്ചതെന്ന് വെച്ചാൽ എന്താ പറയുക, ക്ലയൻറ്റുകൾ പല ടൈപ്പ് ഓഫ് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പല ക്ലയൻറ്റുകൾ റിക്വയർമെൻറ്റ് വ്യത്യാസമായിരിക്കും. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സെപ്പറേറ്റ് ആയിരിക്കും, അവരുടെ നീഡുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ക്ലയൻറ്റുമായിട്ട് അപ്രോച്ച് ചെയ്തു, ഓക്കെ ആയി, പ്ലാനും കാര്യങ്ങളും ഓക്കെ, വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നീട് അത് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് വേണ്ട, അത് അങ്ങനെയല്ല, ഇങ്ങനെ വെച്ചാൽ ഒരു മൂന്നാമത് ഒപ്പീനിയൻ ക്ലയൻറ്റ് എടുക്കും. അങ്ങനെ എടുക്കാൻ പാടില്ല. മൂന്നാമത് എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ വന്ന് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അതിലൊരു ഡൗട്ട് തോന്നി പല മെറ്റീരിയൽസും മാറ്റുന്നുണ്ട്. അങ്ങനെ മൂന്നാമതൊരു ഒപ്പീനിയൻ എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് സമയം എടുത്തോളൂ. നിങ്ങളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് 2-3 മാസം എക്സ്ട്രാ എടുത്തോളൂ. പക്ഷെ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ കീ ഹാൻഡ് ഓവറിങ് എന്ന് വെച്ചാൽ സൈറ്റ് വിസിറ്റ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സൈറ്റ് വിസിറ്റ് മുതൽ കീ ഹാൻഡ് ഓവറിങ് വരെയുള്ള 10 കീ പ്രൊജക്റ്റല്ലേ ചെയ്യുന്നത്. 10 കീ വരെയുള്ള എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിൽ ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ക്ലയൻറ്റുമായിട്ട് ഓൾറെഡി ഡിസ്കഷൻ ചെയ്ത് ക്ലയൻറ്റ് അപ്രൂവൽ പറഞ്ഞിട്ടാണ് ഈ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് പിന്നെ ഒരു തേർഡ് പാർട്ടി, ചിലപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത ബന്ധുവാവാം, സുഹൃത്താവാം, അല്ലെങ്കിൽ കൊളീഗാവാം, ഇവരൊന്ന് തേർഡ് പാർട്ടി വന്നിട്ട് ഓരോ ഓപ്ഷൻസ് പറയും, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ ആവും. ക്ലയൻറ്റിന് കൺഫ്യൂഷൻ കൂടും. ഇപ്പോൾ തൻ്റെ സുഹൃത്ത് പറയുന്നതാണോ കറക്റ്റ്, അല്ലെങ്കിൽ ഈ ബിൽഡർ നമ്മൾ ആദ്യമേ പറഞ്ഞുറപ്പിച്ചതാണോ ഇത്. അപ്പം ഇത് എന്താ ടോട്ടലി ക്ലയൻറ്റിന് കൺഫ്യൂസ് ആവും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ റേറ്റ് എങ്ങനെ വരും, എന്താണ് ചെയ്യേണ്ടത്, ആകെ ഇതാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുത്തോളൂ, പല ആൾക്കാരുടെ ഉപദേശങ്ങൾ തേടിക്കോളൂ. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളുടെ വീട് എങ്ങനെ പണിയണം, ആരെ വെച്ച് പണിയണം, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, എന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം. അത് നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയിലുള്ള വൈഫോ കുട്ടികളൊക്കെ ആയിരിക്കണം. അല്ല പുറമേ നിന്ന് ഒരു വഴിപോക്കനോ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾ അത് സിക്കാവും. അപ്പോൾ അത് നിങ്ങൾ കാരണം അപ്പോൾ നമ്മൾ പറയുന്ന ആ പ്ലാനിൽ വർക്ക് സീക്വൻസ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് ചെയ്യുന്ന ബിൽഡർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും. ചെയ്ത പണി ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഇത് കണക്ക് ഡ്രോയിങ്ങിൽ ഒരു വോള് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒരു കെട്ടിയ ഒരു ഭിത്തി ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ക്ലയൻറ്റോട് പറഞ്ഞു, ഇത് വേണ്ട, നമുക്ക് വേറൊരു രീതിയിൽ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞു. ക്ലയൻറ്റ് കൺഫ്യൂസായി നമ്മളോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇതിൻ്റെ നമ്മളെ ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണ്, ലേഔട്ടിൽ ഓൾറെഡി ഉണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് നമ്മളന്ന് ചെയ്തത്. പുള്ളി പറയാം വേണ്ട നമുക്കിത് പൊളിക്കാമെന്ന് പറഞ്ഞു. പൊളിക്കാന്ന് പറഞ്ഞാൽ നഷ്ടം ആർക്കാണ്? ക്ലയൻറ്റിന് നഷ്ടം. സാമ്പത്തികപരമായിട്ട് ക്ലയൻറ്റിനാണ് നഷ്ടം വരുന്നത്. നമുക്ക് നമ്മുടെ സമയം പോയി, ഈ ചെയ്തത് മെറ്റീരിയൽസ് എല്ലാം വേസ്റ്റാണ്. പക്ഷെ നമുക്കത് എക്സ്ട്രാ ബില്ലായിട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ എന്നിട്ട് കാര്യമില്ല. ക്ലയൻറ്റ് ആദ്യമേ ഇത് കൺഫേം ആക്കിയാണ്. പിന്നെ മൂന്നാമത്തെ ഒരാളുടെ വാക്ക് കേട്ടിട്ട് ഇത് ഇടിച്ച് പൊളിക്കുമ്പോൾ ക്ലയൻറ്റ് തന്നെയാണ് നഷ്ടം. അപ്പോൾ ആ ഭിത്തി തട്ടിപ്പൊളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതിന് പാരലായിട്ട് വേറൊന്നും ചെയ്യണ്ടേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വീണ്ടും എക്സ്ട്രാ കോസ്റ്റല്ലേ വരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക കീ ഹാൻഡ് ഓവറിങ് പാലിയാച്ചും ആയിരിക്കും. ഇതിനിടയ്ക്ക് എന്താ ആക്ടിവിറ്റി നമ്മൾ ഓൾറെഡി ലോക്ക്ഡ് ആണ്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ ഈ പെയിന്റോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചേഞ്ച് അത് ചെയ്യണം. അത് ക്ലയൻറ്റ് ഞാൻ പറയട്ടെ, ക്ലയൻറ്റിന് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പെയിന്റ് സെലക്ട് ചെയ്യുക. അത് ക്ലയൻറ്റിന് ഇഷ്ടമാണ്. ഒരു ബിൽഡർക്ക് അത് ചെയ്യേണ്ട ആവശ്യം. ബിൽഡർ 3D ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇതിനിടയ്ക്ക് ക്ലയൻറ്റിന് നമ്മൾ ഓപ്ഷൻസും കൊടുക്കും. ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട കളർ വേരിയൻറ്റ് ചെയ്യാം. ടൈൽസ് ഞാൻ പറഞ്ഞില്ല 10-20 വർഷം 20-25 വർഷം കഴിഞ്ഞാണ് ടൈല് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ ക്ലയൻറ്റിന് സെലക്ട് ചെയ്യാം. സാനിറ്ററി ഫിറ്റിങ്സുകൾ, അത് ഏത് മോഡൽ വേണം, സ്വിച്ച് ഫിറ്റിങ്സുകൾ, അതൊക്കെ ക്ലയൻറ്റിന് ചെയ്യാം. പിന്നെ അല്ലാത്ത ടെക്നിക്കലായിട്ട് നോളജ് ഇല്ലാത്തടുത്ത് നമ്മളൊരു ബിൽഡറെ വിശ്വസിച്ചേ പറ്റൂ. വിശ്വാസമാണല്ലോ എല്ലാം. അതെ സാർ, നമ്മളിപ്പം ഒരു വീട് പണിയുമ്പോഴത്തേക്കും കേൾക്കുന്നതാണ് വാസ്തു അങ്ങനെ പണിയണം, വാസ്തു വെച്ചിട്ട് ഇങ്ങനെ പണിയണം. അപ്പോഴത്തേക്കും നമ്മൾ വാസ്തു ശരിക്കും നോക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ആ ഗ്രഹത്തിലൂടെ അല്ലെങ്കിൽ ആ വീട്ടിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടണം.
ഇപ്പോൾ ജോലി ചെയ്തോ അല്ലെങ്കിൽ ക്ഷീണിച്ചോ എവിടെ നിന്ന് വന്ന് ഏത് സിറ്റുവേഷനിൽ നമ്മൾ ആ വീട്ടിൽ വന്ന് കയറിയാലും നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു ഇടമാണ് ഒരു വീട്, നല്ലൊരു ഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ വാസ്തു നോക്കണം എന്ന് ഓരോരുത്തരെ ഡിപ്പെൻസ് അപ്പം ഓരോ ക്ലൈൻ്റാണ്. ഇപ്പോൾ വാസ്തുവിനെ കുറിച്ച് ചില ആൾക്കാർ വാസ്തു നോക്കുന്നുണ്ട്, ചില ആൾക്കാർ നോക്കുന്നില്ല. രണ്ട് ഗ്യാങ് ഉണ്ട്. അപ്പം അതുകൊണ്ട് വാസ്തു നോക്കണമെന്ന് പറയാൻ ഞാൻ ആളല്ല, അത് ക്ലൈൻറ്റിന് വിട്ടുകൊടുക്കുക. എന്നോടൊരു ക്ലൈൻറ്റ് വന്ന് പറഞ്ഞ് എനിക്ക് വാസ്തുപരമായിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞാൽ വാസ്തുപരമായിട്ട് തന്നെ ചെയ്തു കൊടുക്കും. പക്ഷെ മോസ്റ്റ്ലി വാസ്തുപരമായിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്നുവെച്ചാൽ എല്ലാമല്ല, ഞാൻ എടുത്തു പറയുന്നു, ജനറൽ വാസ്തു നോക്കണം. നമുക്ക് എന്തായിരുന്നാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ കാറ്റും വെളിച്ചവും. അത് മാക്സിമം വീടിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് തന്നെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ ദർശനം അത് നമുക്ക് ചൂസ് ചെയ്യാൻ അത് ലിമിറ്റഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്ലോട്ടും പല ഓറിയന്റേഷനിലും പല ഇതിലാണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ വാസ്തു കണിശമായിട്ട് നോക്കും, അത്രയൊന്നും ഒരു സാധാരണ വീട്ടിൽ നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും വാസ്തു നോക്കുന്നത് ഒരു സമാധാനമായിരിക്കും. കാരണം വെച്ചാൽ പിന്നീട് ഒരു കാലത്ത് വാസ്തു നോക്കാതെ ചെയ്തു, തേർഡ് പാർട്ടി വന്ന് പറയാണ് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് സംഭവിച്ചത്. അപ്പൊ ആളിനാകെ ടെൻഷനാണ്. അപ്പൊ അന്ന് ഇടിച്ചു പൊളിക്കണം. അതിനേക്കാളും ഇപ്പോഴേ നോക്കി. പിന്നെ ഇതെല്ലാം ഡിപ്പെൻസ്. ഞാൻ ചോദിച്ചോട്ടെ, ബുർജ് ഖലീഫ ചെയ്ത് വാസ്തു നോക്കിയിട്ടില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പം എന്നാലും വാസ്തു ഈ ജനറലായിട്ട് കിട്ടുന്നത് ഈ വായു, ജലം, ഈ പ്രകാശം, ഇതൊക്കെ കുറച്ചൊക്കെ കൺസിഡർ ചെയ്യുക. മാക്സിമം വീട്ടിനകത്ത് കൊണ്ടുവരിക. സമാധാനപരമായിട്ട് ഉറങ്ങാൻ കഴിയുക. അതാണ് വീട്. ആ വീടിനകത്ത് കയറുമ്പോൾ സമാധാനം കിട്ടുക. അതാണ് വാസ്തു. വെറുതെ കിട്ടുന്ന ഇത് കാറ്റ് കയറി ഇറങ്ങി പോവുക. അപ്പം അതിൻ്റെ രീതിക്കുള്ള പൊസിഷൻസിൽ നമ്മൾ ജോയിനറി, ഡോറും വിൻഡോസ് ഒക്കെ പ്ലേസ് ചെയ്യുക. ഈ പറഞ്ഞ ഈ വെയിലടിക്കുന്ന ഭിത്തിയിലോട്ട് നേരിട്ട് വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ സൺഷെയ്ഡ് ചരിച്ച് കുറച്ച് നീട്ടി കൊടുക്കുക. അവിടെ മരങ്ങൾ നടുക. അപ്പോൾ ഡയറക്റ്റ് വെയിലടിക്കില്ല. അപ്പം നമുക്ക് എന്തൊക്കെയാണോ ഒന്ന് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വാസ്തു എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഈ 3 സെന്റിൽ ചെയ്യുന്ന വാസ്തുവിന് ലിമിറ്റുണ്ട്. പക്ഷെ ഇതേ സാധനം നമുക്ക് 20 സെന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അപ്പം അതുകൊണ്ട് ഡിപ്പെൻസ് ആണിത്. ഓരോരുത്തരെ എന്താണോ അവർ ഉദ്ദേശിച്ചത്. ചില ആൾക്കാർ വാസ്തു നല്ല, എനിക്ക് ക്ലൈൻറ്റുകളുണ്ട് പക്കാ വാസ്തു നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ക്ലൈൻറ്റുകളുണ്ട് വാസ്തു പക്കാ നോക്കുന്നതും. ഇതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലും പള്ളിയിലെ അടുത്തും വീട് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് അവർ വാസ്തു നോക്കാതെ ചെയ്യുന്നത്. അവർക്ക് വാസ്തുവില്ല ഒന്നുമില്ലെന്നാണ് പറയുന്നത്. ഈ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്കാ വാസ്തു നോക്കി ചെയ്ത ക്ലൈൻറ്റും ഞാൻ ഈ ഇടയ്ക്കും കണ്ടു. പുള്ളിയും ബിസിനസ് ചെയ്ത് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് പോകുന്നുണ്ട്. ഒരു വാസ്തു നോക്കണ്ടെന്നും പറഞ്ഞ് നമ്മളെ പ്രൊജക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരും ഉണ്ട്. അവരും ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ മനസ്സിൻ്റെ വിശ്വാസമാണ്. പിന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഇല്ല ഇപ്പോൾ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ മികച്ച നടനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരവുണ്ടോ? അതുപോലെ തന്നെയാണ് വാസ്തു. വേണമെങ്കിൽ വാസ്തു ഉണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ ആരെയും ചോദ്യം ചെയ്യാൻ നമ്മൾ ആളല്ല. ഓക്കെ സാർ, ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ സബർനാക് ഹോംസ് എവിടം വരെ എത്തി നിൽക്കണമെന്നാണ് സാറിൻ്റെ ഇപ്പോൾ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തിനിപ്പുറം നല്ല പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ഒരു 750 മുതൽ 1000 പേർക്ക് വരെ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കൺസ്ട്രക്ഷൻ ഫേം എന്ന നിലയിലായിരിക്കണം നമ്മൾ അറിയപ്പെടേണ്ടത്. കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളും വർക്കുകൾ ചെയ്യുന്ന നല്ല പ്രൊജക്റ്റുകൾ സെലക്ട് ചെയ്യുന്ന, ഈവൻ ഈ പറഞ്ഞ തമിഴ്നാട് കാര്യം പറഞ്ഞില്ലേ, തമിഴ്നാട്ടിലും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലുമായിട്ട് വർക്കുകൾ ചെയ്യുന്ന, വ്യാപിച്ചു കിടക്കുന്ന ആ രീതിക്ക് വളരാനാണ് അതാണ് ഇപ്പോൾ എൻ്റെ ഒരു വിഷൻ. അതിൻ്റെ കാര്യങ്ങൾ ഡേ ബൈ ഡേ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതെ, വളരെ നല്ലൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഫോർ ദ പോഡ്കാസ്റ്റ്. താങ്ക് യു.